കേരള പ്രീമിയർ ലീഗ് 2025-26 സീസണിലെ PFC കേരള പോലീസുമായാണ് ഏറ്റുമുട്ടാനായി തയ്യാറെടുക്കുന്നത്. PFC കേരളയുടെ ലൈനപ്പിലേക്ക് നമുക്ക് കിടക്കാം. മറുപുറത്ത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ലൈനപ്പ് തന്നെയാണ് കേരള പോലീസിന്. PFC കേരളയുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട്. എന്തായാലും അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ മെന്റാലിറ്റി. ആ ഫോർവേഡ് ലൈനിലുള്ള താരങ്ങളെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PFC കേരളയെ സംബന്ധിച്ചിടത്തോളം. കേരള പോലീസിന്റെ ബിജേഷ് കോർണർ എടുക്കുന്നു. നേരെ ഒരു സെൻട്രൽ റീജിയണിലേക്കാണ് പന്ത് വന്ന് വീഴുന്നത്. പെനാൽറ്റി ഏരിയയിൽ ഫസ്റ്റ് ടൈം ക്ലിയറൻസ് ആണ്. കിട്ടിയ പന്ത് നേരെ സ്ക്വയർ ചെയ്യുകയാണ്. പക്ഷെ അവിടെ മിസ്പാസ് കൃത്യമായി തിരിച്ചു പിടിക്കാൻ കേരള പോലീസിന്റെ താരങ്ങൾക്ക് സാധിക്കുന്നു. ബാബിൾ ഗിരീഷ് ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ഇത്തവണ പന്ത് തിരിച്ചു പിടിക്കുന്ന സജീഷാണ്. സജീഷിനെ ഒന്ന് നോട്ടമിട്ട് വെക്കേണ്ട താരമാണ്. ഇവിടെ ബാബിൾ ഗിരീഷ് ഉണ്ട്. അവിടെ ബാബിൾ ഇൻസൈഡിലേക്ക് ത്രൂ പാസിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷെ എന്തായാലും അവിടെ ഔട്ട് പ്ലേ ചെയ്യുകയാണ് ഡിഫൻസീവ് ലൈൻ. ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് പന്ത് വീണ്ടും തിരികെ പിടിക്കുന്നു ഗോകുൽ ഇത്തവണ അകത്തേക്ക് കൊടുക്കുന്നതിന് പകരം ചെറുതായി ഒന്ന് ഡ്രിബിൾ ചെയ്യാനുള്ള ശ്രമമാണ്. ഗോകുലിന് അവിടെ സപ്പോർട്ടിന് ആളുണ്ടായിരുന്നു. സ്ട്രേറ്റ് ഗോൾ കീപ്പറിലേക്കാണ്, അഫ്തബിലേക്കാണ് പന്ത് വന്ന് ചേരുന്നത്. 3 കോർണറുകൾ, അതുപോലെ തന്നെ എണ്ണമറ്റ ത്രോയിനുകൾ. കോർണർ ഇൻകമിങ് ഇത്തവണ ഫസ്റ്റ് പോസ്റ്റിലേക്കാണ്. ഫസ്റ്റ് ടൈം ഷോട്ട് വരുന്നു. ആൻഡ് ചെറിയ വ്യത്യാസത്തിൽ അത് പുറത്തേക്ക്. ഫൈനൽ എക്സിക്യൂഷൻ അത്ര പെർഫെക്റ്റ് ആയി അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തായാലും ബാബിൾ ഗിരീഷ് പന്തുമായി മുന്നിലേക്ക്. കേരള പോലീസ്. ബാബിൾ ഗിരീഷ് ഇൻസൈഡിലേക്ക് നല്ല ഡെലിവറി. നല്ലൊരു കിടിലൻ ഹെഡർ, വെൽ ഡയറക്റ്റഡ് ആയ ഒരു ഹെഡർ ആണ്. പക്ഷേ ഗോൾ കീപ്പറുടെ അഫ്തബിന്റെ കൃത്യമായ പൊസിഷനിങ് അവരെ രക്ഷപ്പെടുത്തുന്നു. നല്ല ഒന്നാന്തരമായ ഒരു സേവ്, നല്ല ഒന്നാന്തരമായ ഒരു ക്യാച്ച്. അവർ ആ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി, പ്രിസർവ് ചെയ്ത് വെച്ച എനർജി കൊണ്ട് അവർ നല്ല തിരിച്ചുവരവ് നടത്തുമോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും PFC കേരള ഇൻസൈഡിലേക്ക് കട്ട് ബാക്ക് പാസ്. ഫസ്റ്റ് ടൈം ക്ലിയറൻസ് ആണ്. അവര് യാതൊരു റിസ്ക്കും അവിടെ കേരള പോലീസിന്റെ താരങ്ങൾ എടുക്കുന്നില്ല. സ്പോർട്സ് റിപ്പോർട്ടറിന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിലേക്ക് കേരള പ്രീമിയർ ലീഗിന്റെ 2ാം മത്സര ദിവസത്തിലേക്ക്, അതിന്റെ 2ാം പകുതിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. PFC കേരള ഏറ്റുമുട്ടുന്നു കേരള പോലീസിനെതിരെ. PFC കേരള നല്ല ഒന്നാന്തരം ഒരു റണ്ണ്, ഒരെണ്ണം പറഞ്ഞ റണ്ണ്. പക്ഷെ അവർക്ക് ഗോളിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നു. വിജേഷിന്റെ കിക്ക് വരുന്നു. PFC കേരളയുടെ നല്ല ഡിഫൻസും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ആരാധക വൃന്ദത്തെ കാണാം. ഇൻകമിങ്. നല്ലൊരു ചാൻസ് ഉണ്ട് അവിടെ. പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്ക് തന്നെ നുഴഞ്ഞു കയറാനുള്ള കഠോരമായ പ്രയത്നം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അവിടെ കേരള പോലീസ് കൊടുക്കുന്നത്. ഒന്ന് വലയ്ക്കകത്തേക്ക് ഒരു ഷോട്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 70 മിനിറ്റ് ആയിരിക്കുന്നു മാച്ച് ക്ലോക്കിൽ. 20 മിനിറ്റ്സ് മോർ ഇൻ ദിസ് ഗെയിം. നല്ലൊരു കട്ട് ബാക്ക് പാസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി. വൺസ് അഗൈൻ ലുക്ക് അറ്റ് ദാറ്റ്. ചെറിയ വ്യത്യാസത്തിലാണ് ഇത്തവണത്തെ ആ ഒരു പന്ത് പുറത്തേക്ക് പോകുന്നത്. ആ ബോള് നേരെ ഇൻസൈഡിലേക്ക് തട്ടി കട്ട് ബാക്ക് ആക്കി അതിനെ മാറ്റി. അതിനുശേഷം വീണ് കിട്ടിയ ബോളിനെ അർജുനാണ് വലയ്ക്കകത്തേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. പോലീസ് ഗെയിംസിലേക്ക് പോവുക കേരള പോലീസ് ടീം. സോ അതിന് മുന്നോടിയായി അവർക്ക് കളിച്ചു തീർക്കാൻ ഒരുപാട് മത്സരങ്ങളുണ്ട്. ഗോൾ കീപ്പറുടെ വളരെ ക്ലവറായ ഫൈസിന്റെ നല്ലൊരു ടച്ച്. അൻഷിദിനെ പിൻവലിച്ചുകൊണ്ട് സജീഷിനെ കൊണ്ടുവന്ന് നല്ലൊരു ചേഞ്ച്. ആൻഡ് മറ്റൊരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി. പെനാൽറ്റി രക്ഷപ്പെടുത്തൽ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മത്സരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു രക്ഷപ്പെടുത്തലാണ്. നോക്കുക, നേരെ മറുപുറത്തേക്ക് നല്ലൊരു കൗണ്ടർ ഓപ്പർച്യൂണിറ്റി. വീണ്ടും PFC കേരള ഡിഫൻസീവ് ലൈനിൽ നിന്ന് പന്ത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് തിരികെ വാങ്ങാനായി PFC കേരളയുടെ മുന്നേറ്റ നിര താരങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് സാഹിൽ അർജുൻ. റിക്കവറി, ഒരു ഹെഡർ ഫ്ലിക്ക് വഴി ആ പന്ത് നേരെ മുന്നിലേക്ക് കൊടുക്കാനുള്ള ശ്രമമാണ്. അവിടെ സെയിം പൊസിഷനിൽ ഉണ്ടായിരുന്ന താരത്തിൽ നിന്ന് അവിടെ ചാലഞ്ച് വരുന്നു. ആൻഡ് അവിടെ എന്തായാലും ഒരു ഫ്രീ കിക്ക് മാത്രമാണ് വിളിക്കുന്നത്. ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി വീണ്ടും ബിജേഷിന് കേരള പോലീസിന്. ബിജേഷിന്റെ ഫ്രീ കിക്ക് ഇൻകമിംഗ്. ഏരിയയ്ക്ക് പുറത്തു നിന്ന് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു പോകുന്നു. നല്ലൊരു അവസരം അവിടെ തുറന്നെടുക്കുന്നു. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ അവിടെ സാധിക്കുന്നില്ല. കുറച്ചുകൂടി ആ പന്തിന്റെ ട്രാജക്ടറി ഒന്ന് താഴേക്കായിരുന്നെങ്കിൽ. ബബിൾ ലോങ് റേഞ്ച് ആൻഡ് നല്ലൊരു ഷോട്ട് വരുന്നു. ഗോൾ കീപ്പറുടെ കൃത്യമായ കളക്ഷൻ. സ്ക്വയർ പാസ്, ഇന്റർസെപ്ഷൻ. വീണ്ടും കേരള പോലീസ്. ബ്യൂട്ടിഫുൾ. PFC കേരള നല്ലൊരു ഷോട്ട്. ഗോൾ കീപ്പറുടെ കൃത്യമായ ക്ലിയറൻസ്, അദ്ദേഹത്തിന്റെ നല്ലൊരു ടച്ച്. അഭിനവിന്റെ ഗോൾ രഹിത സമനിലയിൽ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ
ഓരോ പോയിന്റുകൾ വീതം വീതിച്ചെടുത്തുകൊണ്ടാണ് ഈ അവസരത്തിൽ രണ്ട് ടീമുകളും പിരിയുന്നത്. ഇന്നത്തെ ദിവസത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് അഭിനവാണ്, ജേഴ്സി നമ്പർ 16 PFC കേരള.